നമ്മുടെ അനുമോള് കിച്ചൺ ഡ്യൂട്ടി ചെയ്യാതെ മാറി നിൽക്കുമായിരുന്നു. അതായത് കിച്ചണിലോട്ട് റെന ഫാത്തിമയുടെ ഒരു വരവ് അതിനൊരു വലിയ കാരണമായിട്ടുണ്ട്. റെനയുടെ ഭാഗം ഒരിക്കലും ക്ലിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റെന അവിടെയുള്ള തമ്പുരാൻ്റെയും തമ്പുരാട്ടിയുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ ഗെയിം മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്ത് നിൽക്കുന്നതിൽ പൂർണ്ണമായിട്ടും അനുമോള് വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. അനു ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കുകയും വെസൽ ഡ്യൂട്ടി പോലും ചെയ്യാതെ പോയി മാറിയിരിക്കുകയും ചെയ്തു. പിന്നീട് അഭിലാഷ് പോയിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, നീ ഡ്യൂട്ടി ചെയ്യണം. അതുപോലെ പലരും ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റെന എന്നെ കളിയാക്കും അത് പറഞ്ഞിട്ട്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, നീ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നീ പോയി ഫുഡ് എടുത്ത് കഴി, അപ്പം നിന്നെ ആരെന്ത് പറയാനാണ്, നീ നിന്റെ ഡ്യൂട്ടി ചെയ്തിട്ടല്ലേ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് പോയി സംസാരിച്ചപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അനുമോള് പോയിട്ട് പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യമല്ലല്ലോ. അവിടെ എല്ലാവർക്കും തുല്യതയുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. അതാരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ ആ കളിയാക്കുന്ന ആളെ തീർന്നു, അത്രേ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിന് ആരെങ്കിലും കളിയാക്കി കഴിഞ്ഞാൽ ആ ആളുടെ കാര്യം പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അനുമോൾക്ക് ധൈര്യമായിട്ട് പോയി ഫുഡ് കഴിക്കാം. ഇപ്പോൾ അവരവരുടെ വെസൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് അതിനകത്ത് എടുക്കുന്നത്. അത് എത്ര നാൾ മുന്നോട്ട് പോകുന്നൊക്കെ നമുക്ക് നോക്കണം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.